عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയരെ, വിശുദ്ധ ഖുർആൻ ലോകരക്ഷിതാവായ അല്ലാഹു തആല മനുഷ്യർക്ക് നൽകിയ മാർഗദർശിനിയാണ്. കേവലം ഒരു മതഗ്രന്ഥം എന്നതിലപ്പുറം അതൊരു ജീവിതരേഖയാണ്. സർവകാലത്തേക്കും സകല മനുഷ്യർക്കും വേണ്ടിയാണ് ഖുർആൻ അവതരിപ്പിച്ചത്. ലോകത്തിലെ ഏറ്റവും ഉന്നതമായ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും പാഠങ്ങളാണ് ഖുർആൻ പകർന്നു നൽകുന്നത്. വലഖദ് കറംനാ ബനി ആദം, മനുഷ്യരെ നാം ആദരിച്ചു എന്നാണ് പ്രപഞ്ചനാഥൻ്റെ പ്രഖ്യാപനം. ആദ്യ മനുഷ്യനായ ആദം നബി അലൈഹി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് പ്രതിനിധിയായി നിയോഗിച്ചതിലൂടെ മനുഷ്യകുലത്തിന് മഹത്വം കൽപ്പിക്കുകയായിരുന്നു. ഭൂമിയിലുള്ള സർവ്വതിനെയും നിങ്ങൾക്ക് വേണ്ടിയാണ് പടക്കപ്പെട്ടതെന്ന് പറഞ്ഞപ്പോഴും വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ഉത്തരവാദിത്യങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. മണ്ണിനോടും മനുഷ്യരോടും പറവകളോടും ജന്മം നൽകിയ മാതാപിതാക്കളോടും അന്നം പ്രദാനം ചെയ്യുന്ന പ്രകൃതിയോടും കടപ്പാടുകൾ നിറവേറ്റണമെന്നും ഉണർത്തി. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വകബായില ലിതഅറഫു. ഈ മനുഷ്യരെ, നിങ്ങളെ നാം ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നുമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. നിങ്ങളെ വിവിധ ഗോത്രങ്ങളും വിഭാഗങ്ങളുമാക്കി തിരിച്ചത് നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണ്. സുഹൃത്തുക്കളെ, എത്ര മനോഹരമാണ് വിശുദ്ധ ഖുർആന്റെ സന്ദേശം. നമ്മൾ വിവിധ ഗോത്രങ്ങളും വിഭാഗങ്ങളുമായിരിക്കുമ്പോഴും നമ്മളെല്ലാം ഒന്നാണെന്ന ഏകതയുടെയും സമത്വത്തിൻ്റെയും മാനവികതയുടെയും സുന്ദരമായ കാഴ്ചപ്പാടാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. സന്മാർഗത്തിൽ പരസ്പരം സഹായിക്കണമെന്നും അരുതായ്മകളോട് സഹകരിക്കരുതെന്നും വിശുദ്ധ ഖുർആൻ ഉപദേശിക്കുന്നു. മനുഷ്യൻ്റെ സമ്പത്തും കുടുംബവും ജീവിതവും തകർക്കുന്ന ലഹരിക്കെതിരെയും ചൂതാട്ടങ്ങൾക്കെതിരെയും വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്നുണ്ട്. കച്ചവടത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും മഹത്വം പറയുന്നതോടൊപ്പം പലിശയെയും ചൂഷണങ്ങളെയും കർശനമായി നിരോധിക്കുന്നു. ഒരു മനുഷ്യനെ അന്യായമായി കൊല്ലുന്നത് മുഴുവൻ മനുഷ്യരെയും കൊല്ലുന്നതിന് തുല്യമാണെന്നും ഒരു ജീവൻ രക്ഷിക്കുന്നത് മുഴുവൻ മനുഷ്യരെയും രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും ഖുർആൻ വ്യക്തമാക്കുന്നു. ലോകത്തെ ഇത്രയേറെ മഹോന്നതമായ ദർശനം ഏത് പ്രത്യയശാസ്ത്രമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? മനുഷ്യവർഗത്തിന് ഇത്രമേൽ മഹത്വം കൽപ്പിച്ച ഏത് വേദഗ്രന്ഥത്തെയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്? അനാഥരോടും പാവപ്പെട്ടവരോടും വയ്യാത്രക്കാരോടും കരുണ കാണിക്കുവാനും മാതാപിതാക്കളെ ബഹുമാനിക്കുവാനും ദാനം ചെയ്യുവാനും ഖുർആൻ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. സ്നേഹം, ദയ, നീതി, സമത്വം എന്നീ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്നതിലൂടെ മാത്രമേ ഭൂമിയിൽ സമാധാനവും സൗഹൃദവും നിലനിർത്താൻ സാധിക്കൂ എന്നും പറഞ്ഞു വെക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് 14 നൂറ്റാണ്ടുകൾക്കിപ്പുറം വിശുദ്ധ ഖുർആൻ വചനങ്ങൾ പ്രസക്തമാകുന്നത്. മക്കയിലെ പ്രമുഖനും വീരശൂര പരാക്രമിയും ഹൃദയനുമായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിനെ ഇസ്ലാമിലേക്ക് നയിച്ചതും ഖുർആൻ വചനങ്ങളാണ്. ഇസ്ലാം വിരോധം പടരുന്ന പുതിയ കാലത്ത് 10,000 വിശുദ്ധ മതത്തിലേക്ക് കടന്നു വരുന്നതും ഖുർആൻ നൽകുന്ന മാനവിക മൂല്യങ്ങളിൽ ആകർഷകരായാണ്. ഖുർആനെ വിമർശിക്കാനെത്തിയ പല ചിന്തകരും അതിനെ അടുത്തെറിഞ്ഞതോടെ അവരുടെ ആശയങ്ങൾ വലിച്ചെറിഞ്ഞ് ഇസ്ലാം പുലുകിയതും അതുകൊണ്ടാണ്. വിശുദ്ധ ഖുർആൻ പഠിക്കുവാനും അത് പകർത്താനും പ്രചരിപ്പിക്കുവാനും അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഉപസംഹരിപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.